ഞാൻ വീട്ടിലുള്ളപ്പോഴാ വാഴക്കൊല അല്ല പോട്ട് അപ്പം ഇല്ല ഇല്ല കഥ പറയാൻ വന്നത് മറന്നും പോയല്ലോ ആ ഫ്ലോ അങ്ങ് പോയല്ലോ പക്ഷേ PC നമ്മളെ പണ്ട് നമ്മളെ ജോസഫ് മാഷ് മന്ത്രി ജോസഫ് പറഞ്ഞ അമ്മയുടെ വാഴക്കൊല കേസ് അമ്മയുടെ വാഴക്കൊല കേസ് കണ്ടോ നീ ഉള്ളതാണ് അല്ല അവിടെ വാഴക്കൊല മോട്ടിച്ചവനെ 308 പ്രതിയാന്ന് പറഞ്ഞു പോയി വാദിച്ചു കളഞ്ഞു ആണെന്ന് കൊലപാതക കേസിലെ പ്രതിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ അമ്മായിയമ്മ എന്നെ നമ്മള് മാറ്റിന്ന് വിട്ടുപോയി കുടുംബമായിട്ട് ഇറങ്ങിയപ്പോ എനിക്ക് എന്താ ഐശ്വര്യം ഉണ്ടായെന്നാണ് ഇവള് പറഞ്ഞത് ആണോ ആണെന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ എല്ലാം എന്റെ ഭാര്യയുടെയും എന്റെ മക്കളുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രം അല്ലാതെ എന്റെ കൂടെ ഹൗസിൽ 17 കണ്ടസ്റ്റന്റുകള് അല്ലാതെ ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നത് അല്ലെങ്കിൽ ഒരു ടേണിംഗ് അല്ലാതെ ഗ്രോത്ത് വന്നായിരുന്നു ആദ്യത്തെ ഗ്രോത്ത് വരുന്ന ഒരു 14-15 വയസ്സായ സമയത്താണ് പിന്നെ ഒരു 20 വയസ്സ് വരെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ബോഡിക്ക് ടോട്ടാലിറ്റിയില് ഫിസിക്കൽ ഗ്രോത്ത് അതിനുശേഷം എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇപ്പോഴാ അങ്ങനെ അത് അവിടെ താമസിച്ചു അങ്ങനെ അവിടെ റെന്റിന് കുറെ കാലം താമസിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങളിൽ എനിക്ക് കൺഫ്യൂഷൻ ഇനി അടുത്ത ഏത് പടം എടുക്കണം അപ്പം എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി സിനിമ എടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അണ്ടിവരുടെ കണക്കുള്ള വിഹൻ വുഡ്സിന് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല സിനിമ നമ്മുടെ മനസ്സിൽ അല്ല അല്ലെങ്കിൽ ഒരു വസ്തു വരും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അതല്ലല്ലോ സിനിമ നമ്മൾ അങ്ങനെ ഞാൻ പറയുന്നത് ബിഗ് ബോസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ ഒരു തോട്ടിൽ സിനിമയെക്കുറിച്ച് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും നിൽക്കുന്നു പക്ഷേ വരുമാനമില്ല വരുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ തന്നെ 1.5-2 ലക്ഷം രൂപ ആവറേജ് വേണം കാരണം 2 ഫ്ലാറ്റിന് റെന്റ് കൊടുക്കണം പിന്നെ വീട്ടിൽ വണ്ടിയുടെ CC അങ്ങനെ വണ്ടി എണ്ണയടിക്കൽ പിള്ളേരെ പെടുത്തും അത്രയും പൈസ വരും അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടുന്നുണ്ട് താനും അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പോകുന്നു പക്ഷേ നെക്സ്റ്റ് മന്ത് എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല അടുത്ത മാസത്തേക്കുള്ള പൈസ ഒന്നും ഇവക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബിഗ് ബോസിലേക്കുള്ള കോൾ വരുന്നത് ആ സമയത്ത് ഞാനപ്പോൾ ഈ ഫ്ലാറ്റ് ഒന്ന് വിടണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല താഴെ താമസം ഫ്ലാറ്റ് വിടണമെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല ഇരിക്കുന്നത് കാര്യം അവിടെ പോയാൽ 20 ദിവസം പോലും നിൽക്കാൻ പറ്റുമോ നമുക്ക് പ്രതീക്ഷയില്ലല്ലോ പോയിട്ട് ഇനി തിരിച്ചു വരുമല്ലോ അപ്പോഴാണ് ഇവിടെ താഴെ ഇവിടുത്തെ ഫ്ലാറ്റിൽ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത് അസോസിയേഷൻ എന്തായാലും എനിക്കൊരു പഴയ BMW ഒരു ഡൽഹി വണ്ടി ഉണ്ടായിരുന്നു ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ പുറകെ വെഹിക്കിള് അപ്പോൾ വെഹിക്കിളാണെന്ന് ഞാൻ അറിയുന്നില്ല കണ്ടിന്യൂസ് കിടന്ന് ഫോൺ അടിക്കുമോ എൻ്റെ പുറകെ ഞാൻ കരുതുന്നു വണ്ടിയുടെ ഡിക്കിയും കണ്ട് തുറന്ന് കിടപ്പുണ്ട് ആരോ ഫോൺ അടിച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് സുഹൃത്തെ ഡിക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ കാക്കനാടുന്ന് പുള്ളി വണ്ടി ഓടിച്ച് ഫ്ലാറ്റിൽ വന്ന് കയറി